എന്റെ കുറച്ച് എഴുതാനും തുടങ്ങി. പിന്നെ ഫുഡിന്റെ ആരാണെങ്കിലും ടീച്ചർ വാട്സപ്പിലൊക്കെ ഇട്ട് നമുക്ക് എന്ത് ഫുഡാ കൊടുക്കില്ലേ, എന്താ നമുക്ക് അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ടീച്ചറിനെ പോലെയല്ല ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഞങ്ങൾ എല്ലാവരോട്ടും. അങ്ങനെ ഒരാൾ മാത്രമല്ല, ഞങ്ങൾ നേരത്തെ അമ്മമാരും ടീച്ചറും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു കോണ്ടാക്റ്റ് ആണ്. അപ്പൊ അതാണ് എനിക്ക് വലിയ ഇതൊന്നും തോന്നാറില്ല പോകുമ്പോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള അംഗനവാടിയാണ് ഞങ്ങളുടെ. ഞാനിതൊരു ഇത്രയും ഒരു ഫെസിലിറ്റിയുള്ള അംഗനവാടി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഉള്ള ഈ ചുറ്റുവട്ടത്തുള്ളതിലും ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ TV, AC ഇങ്ങനെ കളിക്കാനുള്ള കുറേ സാധനങ്ങൾ അങ്ങനെയുള്ള അംഗനവാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്താ ഇത് പ്രത്യേകം ഇത് വെച്ചാൽ ആയ നമ്മുടെ സുമചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ കുറച്ചുകൂടി ചോദിച്ചപ്പോ ഭക്ഷണം ആര് കൊടുക്കുന്ന ആരും പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് ആര് ചെയ്യും കുഞ്ഞോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുഞ്ഞു പറഞ്ഞത് ശുമാനി ടീച്ചർ എന്നാ പറഞ്ഞത്. അപ്പൊ കുറച്ചത്രയും സ്കൂളെന്ന് പറയുമ്പോൾ കൊച്ചിന് ഇതാണെന്നുള്ളൊരു ചിന്തയാണ് അവര്. അപ്പൊ എന്താ അത്രയും 3 വയസ്സാകുമ്പോഴാണ് നമ്മൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെയാണ് വൈഫിന് കോട്ടയത്താണ് ജോലി. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവനെങ്ങനെയാകും. ഇതുവരെ ഞങ്ങളതിൽ പിരിഞ്ഞിരുന്നിട്ടില്ല. കൊറോണയുടെ ടൈമിലാണ് അവൻ്റെ ജനിച്ചത്. അപ്പോൾ ആ സമയങ്ങളിൽ വർക്ക് ഫ്രം ഹോമും അവർക്ക് ജോലിയൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ കൊണ്ടാകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ടീച്ചറായിട്ട് അങ്ങോട്ട് സെറ്റായി. പിന്നെ ഇവിടെ ഒരു ഫസ്റ്റ് വേറൊരു ആയിരുന്നു, പ്രിയ എന്ന് പറഞ്ഞൊരു ആയിരുന്നു. അപ്പൊ ഇതിന്റെ വന്ന സമയത്ത് കൂടുതൽ കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഇവന് ഭയങ്കര കൂട്ട് പ്രിയാൻറ്റി ആയിട്ടായിരുന്നു. അപ്പോൾ പ്രിയാൻറ്റി ആണെങ്കിൽ 4 മാസം ആയപ്പോഴേക്ക് പോയി. അപ്പൊ എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഒരു അക്കാഡമിക് ഇയറെങ്കിലും ഒരു ആയനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റിയത് നന്നായിരിക്കും. കാരണം അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരേണ്ട നന്നായിരിക്കും. കാരണം പ്രിയാൻറ്റി പോയിട്ട് ഭയങ്കര വിഷമമായിരുന്നു. എന്ന് പറഞ്ഞു പ്രിയാൻറ്റി വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഭയങ്കര ഉഷാറാണ്. അതായത് പോവാറായി. പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൽഫബറ്റ്സ് കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെ 1 മുതൽ 10 വരെ പഠിച്ചിട്ടുണ്ട്. അതിലൊരു എന്തോന്ന് പറഞ്ഞു വെച്ചാൽ ഗായത്രി 1.5 വർഷമായിട്ട് വന്നിരിക്കുന്നതല്ലേ. എനിക്ക് പറയാനെന്ന് വെച്ചാൽ അതിൻ്റെ ഞാൻ കേട്ടത് ഒരു 2.5 വയസ്സിനാണ് ഞാൻ കേട്ടത്. ഇപ്പം അവന് 3.5 വയസ്സായിട്ടുണ്ട്. അപ്പം ഇവിടെ അധികം സംസാരിക്കുന്നതാണ് മാത്രമാണ്. അപ്പം അത്രയധികം ഒരു 4 വയസ്സ് പ്രായമുള്ള രീതി സംസാരിക്കുന്ന രീതിയാണ് വളർന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അതിന് കഴിക്കുന്നതിന് വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം വീട്ടിൽ വന്നാലും എന്ത് ഫുഡ് കൊടുത്താലും നമ്മൾ വേണ്ട എന്ന് പറയില്ല. അവന് പറ്റുന്ന കുറച്ചെങ്കിലും കഴിച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി 1 വർഷം കൂടെ ഞങ്ങളുടെ എനിക്ക് എന്തായാലും എനിക്ക് എന്തായാലും നല്ലൊരു ഉറപ്പുണ്ട്. ടീച്ചറാണെങ്കിലും ചേച്ചിയാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. എനിക്ക് അവൻ്റെ അച്ഛനും അമ്മയ്ക്കായിട്ട് അവർ കൂടുതൽ ഇഷ്ടം ടീച്ചറും സുമാനിയാണ്. ഏത് ടൈം വീട്ടിൽ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം ടീച്ചറായാലും ചേച്ചിയായാലും നല്ല ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ കുട്ടികളെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു വാക്ക് പറയുമ്പോഴാണെങ്കിലും ഓരോ സംഭവം കാണിക്കുമ്പോഴാണെങ്കിലും അവൻ ടീച്ചർ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എക്സസൈസ് ചെയ്തു. രാവിലെ അവൻ അംഗൻവാടി ഇല്ലാത്ത ടൈമിലാണെങ്കിലും കുറേ എണീറ്റ് അവിടെ കുട്ടികളാണെങ്കിലും അത് പറയുന്നത്. അതെല്ലാം ഒത്തിരി സ്വഭാവത്തിലായാലും നമ്മുടെ ഭക്ഷണത്തിലായാലും എന്തിനാണെങ്കിലും ടോട്ടലി അവന് ഡിഫറൻറ്റ്. ഞാനിവിടെ വീട്ടിൽ നിന്നും 1.5 വർഷം കഴിഞ്ഞു. നല്ലതുപോലെ മാറ്റി നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാവരും പറയുന്നത് അംഗൻവാടി ഇങ്ങനെ കിട്ടിയോ എന്ന് അഭിനയിക്കാനും പോകുന്ന പ്ലേ സ്കൂളിലേക്കാണ്. അംഗൻവാടിയുടെ പ്ലേ സ്കൂളിൽ പോയാലാണ് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നത്. നല്ല ലാംഗ്വേജ് ഇല്ല. അങ്ങനെ ഒരിക്കലും ആരും വിചാരിക്കില്ല. ഇവിടെ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ കണ്ടത്. ഞാനും പഠിച്ചിട്ടുണ്ട്. എൻ്റെ വേറെ പരിചയത്തിലുള്ള കുട്ടികളും പഠിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടത്